ഈ പുലർച്ചെയുള്ള യാത്ര കന്യാകുമാരിയിലേക്കാണ്. പണ്ടെങ്ങോ ഒരു വട്ടം കന്യാകുമാരി പോയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പോകണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പുലർച്ചെ 3:50 എറണാകുളം ടൗണിൽ നിന്നും ഒരു ട്രെയിനുണ്ട്. ഏതാണ്ട് 12 അത് അവിടെ എത്തും. പോവും വഴി ട്രിവാൻഡ്രം കഴിഞ്ഞാൽ നല്ല തമിഴ്നാട് ടച്ച് കാണാം. അവിടുത്തെ മരങ്ങളും മലകളും എല്ലാം. ഏതാണ്ട് 12:30 ട്രെയിൻ കന്യാകുമാരി എത്തി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുമാണ് കൂടെ. അങ്ങനെ ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും താഴെ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് റെയിൽവേ ഇല്ല. അത് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, റെയിൽവേ ഉണ്ട്. നേരെ അവിടെ വന്നിട്ട് അവസാനിക്കും. അവിടെ അതിൻ്റെ ഓഫീസ് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഓഫീസുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പൂനെ കന്യാകുമാരി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പൂനെ കന്യാകുമാരി ഉണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട്. കന്യാകുമാരിക്ക് മൊത്തം ഇങ്ങനത്തെ മെയിൻ 2 വണ്ടികളുള്ളത്. പിന്നെ നാഗർകോവിൽ വഴി ചെറിയ ചെറിയ കുറേ വണ്ടികളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു 12:30 എത്താൻ പറ്റും. നമുക്ക് കുറച്ച് ഭാഗത്തൊക്കെ കറങ്ങാൻ പറ്റും. ഇതെല്ലാം അടുത്ത വണ്ടി നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ്സിലാണ് വരുന്നതെങ്കിൽ ഒരു 3-4 മണിയാവും. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സാവും. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിക്ക് തന്നെ പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമ്മളോട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഷഫീഖ്. വേ ഔട്ട്. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവരെ വിളിക്കേണ്ടവർക്ക് വിളിക്കാം, ഫാമിലി വരുന്നവർക്ക്. അല്ലാത്തവർക്ക് അത് വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നടന്നു പോകാവുന്ന ദൂരങ്ങളേ ഉള്ളൂ എല്ലാം. വേണ്ട, കണ്ടോ, ഫോട്ടോ വേണ്ടവർക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിൻ്റെ പുറത്ത് നല്ല വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇത് സ്കൾപ്ചർ അടിപൊളിയാ. കിട്ടിയതെല്ലാം നൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കന്യാകുമാരിയുടെ ഇതവിടെ കാണാം. കറക്റ്റ് ഒരു തമിഴ്നാട് ടച്ചല്ലേ എനിക്ക് ഇറങ്ങണത്. മരങ്ങളും നമ്മളെ തമിഴ്നാട് മരങ്ങളും. ഓട്ടോ ഫുൾ മാറി കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ. ഇത് റൂട്ട്. നമുക്ക് ഈ ഗേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഗേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. പക്ഷെ അത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ടിക്കറ്റ് കൗണ്ടറെല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇന്ത്യസ് ഫസ്റ്റ്. ഓ കേട്ടുകളെ, എത്ര രൂപ ഇന്ത്യയുടെ ഫസ്റ്റ് വാക്സ് മ്യൂസിയം എന്നൊക്കെ പറയുന്നത്. ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി അലോഡോ? ഓക്കെ, എവ്വളോ അക്ക ടിക്കറ്റ്? It is any fixed timing for this, or whenever you want we can go? 4 പരിപാടി ഉണ്ട്. വാക്സ് ഉണ്ട്, പിന്നെ 3D ആർട്ട്. അത് 100. ഇത് 4 ചേർത്ത് 220 per person. Okay. അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയില്ല. റിട്ടേൺ വരുമ്പോൾ നോക്കാം. എത്ര ഉള്ളിലുണ്ടാവും എന്നുള്ളത് അറിയില്ല. നമ്മൾ ആ റോഡ് വരുമ്പോൾ തന്നെ മെയിൻ റോഡാണ് കയറുന്നത്. ഒരു നൈസ് ഹൈവേ പോലത്തെ ഒരു റോഡാണ്. ആ റോഡ് നേരെ പോയാൽ മതി. അത് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള എല്ലാം ആ ഒരു ഏരിയയിലാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഓട്ടോ വിളിക്കുന്നവർക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് നടന്നു പോവാം. കേട്ടോ, ആ ദൂരം അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 4 മണിക്ക് കയറിയതാണ്. എറണാകുളത്താണ് കയറിയത്. എറണാകുളം 4 മണിക്ക് കയറിയതാണ്. ഇവിടെ എത്തുമ്പോൾ 12:30 1 മണിയായി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയതാണ്. ഒരു ബിരിയാണി ഓർഡർ ചെയ്താണ്. തമിഴ്നാട്ടുകാരുടെ ബിരിയാണിയാണ്. ചെറിയ മുട്ടയും ചെറിയൊരു കറിയും ഒക്കെ ആയിട്ട്. നമ്മളപ്പോൾ ആ ഒരു റെയിൽവേ ഇറങ്ങി നടന്ന ഹൈവേ നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് അബൌട്ടാണ്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗാന്ധി മണ്ഡപം നേരെ, പിന്നെ ബോട്ട് ജെട്ടി അങ്ങോട്ട്, ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് എന്നല്ല. നമ്മളിപ്പോൾ സമയം 3 മണിയായി. 4 മണി വരെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 3 മണിയായി. നമ്മൾ ആദ്യം അത് പോയി കാണാൻ വെച്ചിട്ടാണ് വന്നേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾക്ക്
കടലിപ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ആദ്യം വിവേകാനന്ദ റോക്ക് കാണാൻ പോവാം. അപ്പം അതിൻ്റെ ബോട്ടെല്ലാം കിടക്കുന്ന പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് സ്ട്രീറ്റ്, കണ്ടോ, അടിപൊളി സ്ട്രീറ്റാണ്. നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും. നല്ല അടിപൊളി വഴി ഇറങ്ങാൻ പറ്റും. ഫുൾ കുറേ കടകളും ഡ്രസ്സുകളും എല്ലാം നല്ല സ്ട്രീറ്റാണ്. ഇത് നൈറ്റ് ഒന്നുകൂടി ഭംഗി. കാരണം നൈറ്റ് ഇതെല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് നൈറ്റ് നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ക്രൗഡുണ്ട്, മൊത്തം കേരള വണ്ടികളാണ്. തമിഴ്നാട് വണ്ടിയൊക്കെ കൂടുതൽ കേരള വണ്ടികളാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകണ്ടേ കന്യാകുമാരി ഫെറി സർവീസ് പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഉള്ളിലായിട്ടാണ്. കണ്ടോ, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്നിപ്പോൾ ശനിയാണ്, ഒരു ശനിയാ ദിവസമാണ്. സോ ശനി വന്ന് ശനി സ്റ്റേ ചെയ്ത് ഞായർ പോകാന്നുള്ള പ്ലാനോടുകൂടി എല്ലാവരും വരുന്നത്. സ്പെഷ്യൽ എൻട്രി ടിക്കറ്റോ അതെന്താ? 50 റുപ്പി പെർ പേഴ്സൺ. എവരുടെ ഷുഡ് കം ഇൻ ക്യൂ. കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ ക്യൂ തുടങ്ങുന്നത്. ഫെറി ചാർജ് ടു ആൻഡ് ഫ്രോ 50 രൂപയുള്ളൂ. വഴിമാരെ നായും ക്യൂവിൽ നിന്നേ, നായും ക്യൂവിലാണ് നിന്ന്. വേ ടു ടിക്കറ്റ് കൗണ്ടറിങ് അത് പോകാം. നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് ഒന്നുമില്ല അവിടെ. ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ പോവും. കണ്ടോ, നല്ല രീതിയിൽ ഇതെല്ലാം ക്യൂ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു ബോട്ടിൽ കൊണ്ടുപോകും. അവിടെ നിർത്തും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു പോരാം. 4 മണി വരെ മാക്സിമം ബോട്ടുള്ളതും. അത് നല്ല വൃത്തിക്ക് 50 രൂപയുള്ളൂ. എങ്കിൽ പോലും അത് നല്ല വൃത്തിക്ക് ചെയ്ത് നമ്മൾ ക്യൂവിൽ നടന്ന് അവിടെ പോയിട്ട് വേറൊരു സ്ഥലത്ത് ക്യൂ ഒക്കെ നിന്ന് വേണം നമ്മൾ ബോട്ടിൽ കയറാൻ. സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ ബോട്ടുകളെല്ലാം കാണാൻ പറ്റും. സോറി, ഈ ബോട്ടല്ല, വലിയ ബോട്ടാണ്. കണ്ടോ, ക്യൂ ഉണ്ടോ അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് തിരക്ക് വരും. ഇനി അങ്ങനെ തിരക്ക് വന്നുകൊണ്ടിരിക്കും. കുറേ നേരം നിൽക്കണം. എന്തായാലും ഒരു 1/4 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വരും. ക്യൂവിൽ ഏതാണ്ട് 1/2 മണിക്കൂർ നിന്നു. പണ്ട് വന്നപ്പോൾ 1 മണിക്കൂറിന് മുകളിൽ സമയം നിന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്കാളും നല്ല രീതിയിൽ ക്യൂ ഒരുപാട് ദൂരം വൃത്തിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ക്യൂവിൽ നിന്ന് നേരെ പോകുന്നത് കപ്പലിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ഇത്ര നേരം ക്യൂ നിന്ന് ഇപ്പോഴാണ് ബോട്ടിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനത്തെ ഒരു ബോട്ടാണ് നമുക്കുണ്ടാവുക. അവർ പോകുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു ബോട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. അത് ആ ഒരു പോയിന്റ് നിൽക്കണം. ഇവിടെ നടന്ന് അങ്ങോട്ട് പോകണം. വലിയ കപ്പലാണ്. ഏതാണ്ട് 100 പേർക്ക് കയറാവുന്നതാണ് ബോട്ട്. അതുകൊണ്ടാണ് തിരക്ക് പെട്ടെന്ന് കുറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് 50 രൂപയാണ് ഉള്ളത് ഒരാൾക്ക്. വിവേകാനന്ദ റോക്കിലേക്ക് മാത്രമാണ് 50 രൂപ. അവിടെ ഉള്ളിൽ കയറാൻ വേറെ ചാർജാണ്. മീൻ നോക്കിയേ. വീഡിയോയിൽ അത് ക്ലിയർ ആണോ എന്നറിയില്ല. അടിപൊളിയായിട്ട് മീൻ വളർത്തുന്ന രീതിയുണ്ട് ഇവിടെ. ഇതാണ് വിവേകാനന്ദ മെമ്മോറിയൽ പാർക്കാണ്. സോക്സ് അതെന്ത് എഴുതിയാണേ? അത് காலணிகள் இலவசமாக இங்கு ஒப்படைக்கப்படும். ഫ്രീ ആയിട്ട് വയ്ക്കാം. மீன்ஸ் ஃப்ரீ ஆயிட்டு வைக்கலாம். അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് വയ്ക്കാം. എന്തിനാ അവിടെ വെറുതെ വയ്ക്കുന്നത്? അണ്ണാ വാങ്ങണ്ണ, വണക്കം കണ്ണ. അവിടെ ഇത്രയും അടിപൊളി സ്ഥലത്ത് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ അവിടെ ഇടുന്നത്? ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് എൻട്രൻസ്.
ഇത്രയും നേരത്തെ പരിപാടി തീർക്കാൻ തന്നെ ഒരു 5 മിനിറ്റോളം എടുക്കും. എന്നിട്ട് നമുക്ക് എൻട്രൻസിൽ വരാൻ പറ്റാം. ഡിസംബറിൽ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 3 ദിവസം ഇവിടെ ധ്യാനിച്ചിരുന്നിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം അന്നത്തെ പ്രസിഡന്റായ ശ്രീ മന്നത്ത് പത്മനാഭനും സെക്രട്ടറിയുമായ ശ്രീ ഏകനാഥ റാണേഡുമാണ് ഇതിൻ്റെ സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണുള്ളത്. ദേവിയുടേതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു. ഇതിലെ എല്ലാ ഗോപുരങ്ങളും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കന്യാകുമാരി അത്യാവശ്യം കാണാം. വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് മുഖ്യ ആകർഷണം. സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാന മണ്ഡപവും ഇതിനോടനുബന്ധിച്ചുണ്ട്. ധ്യാന മണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതി സമന്വയിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. 90,000 ഗാലൻസിൻ്റെ ഒരു റെയിൻ വാട്ടർ റിസർവോയറാണ് ഈ കാണുന്നത്. നല്ല മഴക്കാലം ആയാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുക. കടലിൽ പ്രധാന പാതയ്ക്കരികിലുള്ള മറ്റൊരു പാറയിൽ തിരുവള്ളൂരിൻ്റെ ഒരു മഹാദീർഘകാല പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായി തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നും ദർശിക്കാവുന്നതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പോകണമെന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ തിരിച്ചു പോകുവാണ്. ഒരു 5 ഇവിടുന്ന് തിരിച്ച സൺസെറ്റ് പോയിന്റിൽ പോയിട്ട് തന്നെ സൺസെറ്റ് അടിപൊളി കാണാം. ഇനി ഇതിൻ്റെയൊക്കെ എൻട്രി ടൈം രാവിലെ 7:45 മുതൽ ഈവനിങ് 4 വരെയാണ് ബോട്ട്. ഞാൻ ഈവനിങ് ട്രിപ്പിനെ സജസ്റ്റ് ചെയ്യുള്ളൂ, കാരണം പോകുമ്പോൾ വെയിലുണ്ടെങ്കിലും പെട്ടെന്ന് തണലാവും. ഇവിടെ പുറത്ത് തന്നെ കണ്ടോ ഒരുപാട് ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട്. സൺസെറ്റ് പോയിന്റിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഇതെല്ലാം മൊത്തം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലൊക്കെ പോയി നമ്മൾ വീണ്ടും മെയിൻ റോഡ് എടുത്ത് നമ്മൾ സൺസെറ്റ് സ്ട്രീറ്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, അവിടെ മൊത്തം നമുക്ക് കടൽ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി, ഒരു 6 മണിയായി. ഇന്ന് ഒരുപാട് ക്ലൗഡ് ഉണ്ട്, അതുകൊണ്ട് എത്രത്തോളം സൂര്യാസ്തം കാണാൻ പറ്റും എന്നറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നല്ല സ്ട്രീറ്റുകൾ വരുന്നത്. ആ സ്ട്രീറ്റിൽ മൊത്തം ഫുഡ് സ്പോട്ടുകളും അല്ലെങ്കിൽ നല്ല തുണിക്കടകൾ, പിന്നെ കുറേ സ്പൈസസിൻ്റെ കടകൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ വണ്ടി വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി എന്തോ ഉണ്ട്. ഇതൊക്കെ തന്നെ ഇവിടെ നല്ല രസമാണ്. ഒരു ഈവനിങ് വന്ന് ഇങ്ങനെ നടന്ന് കുറേ ഫുഡെല്ലാം ട്രൈ ചെയ്ത് നമ്മുടെ സാധാ ചോക്ലേറ്റുകളും സ്പൈസസ് എല്ലാം ഉണ്ട്. ഇതന്നെ ഉള്ളൂ. എത്ര ഷോപ്പ് ഉണ്ടെങ്കിലും എല്ലാം സ്പൈസ് ഷോപ്പും പിന്നെ ചെറിയ ചായക്കടകളും ഇങ്ങനത്തെ ഇതാ. ഒരുപാട് ഇങ്ങനത്തെ സ്ട്രീറ്റ് കടകളുണ്ട്. വില ആണ് അറിയാത്തത്. വില എന്തായാലും കൂടുതലുണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല. കുറച്ച് വരുമ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അവിടെ ഒരു പബ്ലിക് വാച്ച് ടവർ ഉണ്ട്. നമുക്ക് അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ഇങ്ങോട്ട് ആണ് മറ്റേ കടലിലേക്കുള്ള വഴി. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. ഇതെന്താ എന്താ എഴുതിരിക്കെ? അത് ഗാന്ധി നിனைவு മണ്ഡപം. അതാണ് ഒരു തമിഴ് ആള് കൂടുതൽ നല്ലതാ. ഗാന്ധി മെമ്മോറിയൽ.
മസാലപൂരി നമുക്ക് 2 മസാലപൂരി പറയാം. മേഘം ഒന്ന് പോരെ. ആ ഇന്ന് നല്ല ക്ലൗഡുള്ള കാരണം സൺസെറ്റ് കാണാൻ പറ്റിയില്ല. പക്ഷേ നല്ല ഫുഡെല്ലാം കഴിച്ച് ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു കണക്കുമില്ല. പിന്നെ ഇന്ന് സാറ്റർഡേ കൂടെയാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. സീഷോർ ഫുഡ് കോർട്ട്. അന്യായം നോക്കി മീൻസ് ரொம்ப நல்லா இருக்கு. മുൻപ് വന്നതിലും നല്ല ഫുഡ് സ്ട്രീറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഹൈജീൻ വേണ്ടവർക്ക് ന്യൂ ഫുഡ് കോർട്ട് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാർഡ് സിസ്റ്റമാണ് ഉള്ളത്. അല്ല, നല്ല ഫിഷ് എല്ലാം വറക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇഷ്ടമെങ്കിൽ അത് വേറൊരു സൈഡുണ്ട്. എന്തായാലും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. അതുപോലെ ഒരു ഫാമിലി ആയിട്ട് ഒരു വർഷം വന്നിരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ബ്രോ? ഫാമിലി കൂടെ വന്ന് പറ്റിയ സ്ഥലം. വേറെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു വട്ടം ചില്ലിയ വരാൻ പറ്റിയ സ്ഥലം. അന്ന് പറഞ്ഞിരുന്നത് നൈറ്റ് ഒരു വീഡിയോ നൈറ്റ് ഫുഡ് സ്ട്രീറ്റിൽ വരാൻ പറ്റേ അത് നമ്മൾ കാണിച്ചു തരാം.